മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. വാർത്താക്കുറിപ്പായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ, വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അടക്കം പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് നോക്കട്ടെ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്. മികച്ച വിജയം പ്രതീക്ഷിച്ചു, പക്ഷേ ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ തിരുത്തുമെന്ന് പറയുന്നു മുഖ്യമന്ത്രി. തലസ്ഥാനത്ത് NDAക്ക് മേൽക്കൈ നേടാനായത്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വർഗീയതയുടെ സ്വാധീനം ഉണ്ടായത്, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റഹീസ് റഷീദിലേക്ക് നമുക്കൊന്ന് പോകാം. റഹീസ് റഷീദ്, മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വിശദമായ വാർത്താക്കുറിപ്പാണ്. നമ്മൾ എങ്ങനെ തോറ്റു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്? സുജയ, മുഖ്യമന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹം അത്ര ഡീറ്റെയിൽ ആയി പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു തോൽവി LDFO CPIMO പ്രതീക്ഷിച്ചതല്ല എന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വിശദമായി LDF പഠിക്കും എന്ന് പറയുന്നു. പഠിച്ചതിന് ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന കാര്യം മുഖ്യമന്ത്രി പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് മേൽക്കൈ നേടാനായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വർഗീയതയുടെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് കളങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ആശങ്കപ്പെടുത്തുന്നതാണ് കോർപ്പറേഷനിലെ NDAയുടെ BJPയുടെ വിജയമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതല്ലാതെ എന്താണ് കാരണം എന്നതോ അല്ലെങ്കിൽ സർക്കാരിന് തിരിച്ചടിയാകുമോ അല്ലെങ്കിൽ സർക്കാരിന്റെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു റിസൾട്ടാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം പോകുന്നില്ല. ഒരു ഉപരിതലത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പാണുള്ളത്. പഠിച്ചതിന് ശേഷം ആവശ്യമായ തിരുത്തലുകൾ ഞങ്ങൾ വരുത്തും എന്നതാണ് ഈ വാർത്താക്കുറിപ്പിന്റെ ചുരുക്കം. സുജ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല, അത് നമുക്ക് മനസ്സിലായി. വർഗീയ ശക്തികളുടെ ദുഷ്പ്രചരണം അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ജനവിധി കണ്ടിട്ടും മുഖ്യമന്ത്രി പറയുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഇടതുപക്ഷം ഈ തോൽവിയെ മറികടന്നുകൊണ്ട് 2026ലേക്ക് കുതിക്കുക? ഇത് സർക്കാരിന്റെ വിലയിരുത്തലായി കാണുമോ, അതോ ഇത് സർക്കാരിന്റെ വിലയിരുത്തലല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമോ? UDF ഈ ആത്മവിശ്വാസത്തിൽ നിന്ന് കരുത്താർജിച്ച ഭരണത്തിലേക്ക് എത്തുമോ? 2026 തലസ്ഥാനത്ത് കരുത്തു കാട്ടിയ BJP തലയെടുത്തതുപോലെ കേരളം എടുക്കുമോ? അങ്ങനെ ചോദ്യങ്ങൾ അനവധിയാണ്. എവിടെയൊക്കെ സഖ്യങ്ങൾ ഉണ്ടാകും? ഇന്ത്യ മുന്നണിയുടെ ഒരു ഭരണത്തിലേക്ക് പാലക്കാട് നഗരസഭ പോകുമോ? ചർച്ചകൾ നടക്കുന്നുണ്ട്. തിരിച്ചെത്താം.